ഹായ് കുഞ്ഞുങ്ങളെ, ഇന്ന് ഞാൻ സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്, പുതിയ എഡിഷൻ്റെ. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റ്, അതായത് മധ്യകാല യുഗത്തിലെ കൾച്ചറൽ മൂവ്മെൻറ്റ്. കൾച്ചറൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാംസ്കാരിക പ്രസ്ഥാനം. സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്വഭാവ രീതികൾ, ഒരു പ്രത്യേക സ്വഭാവ രീതികൾ, ആചാരങ്ങൾ, ഭാഷ, രീതി, അതിൻ്റെയെല്ലാം ആകത്തുകയാണ് എന്തെന്ന് പറയുന്നത്? കൾച്ചർ എന്ന് പറയുന്നത്. അപ്പം സാംസ്കാരിക പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അപ്പം ഇതിലെല്ലാം നമ്മുടെ വിശ്വാസങ്ങൾ, അതുപോലെ ആചാരങ്ങൾ, ഭാഷകൾ, സ്വഭാവ രീതികൾ, അപ്പം ഇതിൻ്റെയൊക്കെ ആകത്തുകയാണ് കൾച്ചർന്ന് ഞാൻ പറഞ്ഞു. അന്നേരം അപ്പം കൾച്ചറൽ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇതിന് എന്തൊക്കെയോ ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇപ്പം മനസ്സിലായല്ലോ ഈ കൾച്ചറൽ മൂവ്മെൻറ്റിന്. അപ്പം കൾച്ചറൽ മൂവ്മെൻറ്റിന് ഇതൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് പാഠഭാഗം പരിശോധിച്ച് മനസ്സിലാക്കാം. അതിനു മുമ്പ് തന്നെ ആ സമയത്ത് മിഡീവൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന രണ്ട് കൾച്ചറൽ മൂവ്മെൻറ്റുകളിൽ ഒന്ന് ഭക്തി മൂവ്മെൻറ്റും വേറൊന്ന് സൂഫി മൂവ്മെൻറ്റുമാണ്. അപ്പം നമ്മൾ ആദ്യം പഠിക്കുന്നത് ഭക്തി മൂവ്മെൻറ്റാണ്, പിന്നെ പഠിക്കുന്നത് സൂഫി മൂവ്മെൻറ്റ്. ഓക്കെ, നമുക്ക് ടെക്സ്റ്റിലോട്ട് നോക്കാം. ഇത് എബോ ആണ്ടൊരു ഇത് തന്നേക്കുന്നുണ്ടല്ലയോ, കുറേ വരികൾ തന്നേക്കുന്നുണ്ടല്ലേ, തമിഴ് ലിറിക്സ് എന്നും പറഞ്ഞിട്ട്. ദ എബോ വേഴ്സസ് ഈസ് ഫ്രം പെരുമാൾ തിരുമൊഴി റിട്ടൺ ബൈ കുലശേഖർ ആൾവാർ, എ ഭക്ത പോയറ്റ് ഹു ലീവ്ഡ് ഇൻ ദ കേരള ഇൻ ദി 9th century. അതായത് ഈ വരികൾ, ഈ തമിഴ് ലിറിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്ന ഈ വരികൾ എവിടെയോ വരികൾ ഫ്രം പെരുമാൾ തിരുമൊഴിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇത് ആരാണ് എഴുതിയത്? കുലശേഖര ആൾവാർ. ഒൺവേഡാണ്. പെരുമാൾ തിരുമൊഴി എഴുതിയത് ആരാണ്? കുലശേഖര ആൾവാർ. എ ഭക്ത പോയറ്റ്, അദ്ദേഹം ഒരു ഭക്ത പോയറ്റാണ്. കേരള, അദ്ദേഹം എവിടെ ജനിച്ചിരുന്നത്? കേരളത്തിൽ. ഇൻ ദ 9th century, 9ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജനിച്ചിരുന്ന ഒരു വ്യക്തിയാണ് കുലശേഖര ആൾവാർ. അദ്ദേഹം എഴുതിയ വർക്കിൻ്റെ പേരാണ് ഏതാണ്? പെരുമാൾ തിരുമൊഴി. നോക്കിക്കോ, ഭക്തി ഈസ് ദ ടോട്ടൽ സബ്മിഷൻ ഓഫ് ഓൺസ് ലൈഫ് ടു ഗോഡ്. The ideas and activities that arise out of Bhakti are known as Bhakti movement. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ സബ്മിഷൻ. ഒരു മനുഷ്യൻ്റെ ഓൺസ് ലൈഫ് ടു ഗോഡ്, ദൈവത്തിൻ്റെ മുമ്പിൽ ഒരാളെ മൊത്തം അങ്ങ് സമർപ്പിക്കുക. ടോട്ടൽ സബ്മിഷൻ സമർപ്പിക്കുക. ആരുടെ മുമ്പിൽ? ദൈവത്തിന് മുമ്പിൽ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭക്തി. ദ ഐഡിയ ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് എറേസ് ഔട്ട് ഓഫ് ഭക്തി. ഈ ഭക്തിയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ഐഡിയാസുകൾ, ആശയങ്ങളും പ്രവൃത്തികൾ, ആക്ടിവിറ്റീസിനെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭക്തി മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതൊരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. വാട്ട് ഈസ് ഭക്തി മൂവ്മെൻറ്റ്? ഭക്തി ഈസ് ദ ടോട്ടൽ സബ്മിഷൻ ഓഫ് ഓൺസ് ലൈഫ് ടു ഗോഡ്. ദ ഐഡിയാസ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് എറേസ് ഔട്ട് ഓഫ് ഭക്തി ആർ നോൺ ആസ് ഭക്തി മൂവ്മെൻറ്റ്. അപ്പോൾ മനസ്സിലായല്ലോ വാട്ട് ഈസ് ഭക്തി മൂവ്മെൻറ്റ്? ദ കൺസർവേറ്റീവ് ഔട്ട്ലുക്ക് ആൻഡ് കാസ്റ്റ് സിസ്റ്റം ദാറ്റ് പ്രിവെയിൽഡ് ഇൻ മിഡീവൽ ഇന്ത്യ പെർപച്യുവേറ്റഡ് ഡിസ്ക്രിമിനേഷൻ എമംഗ് ദി പീപ്പിൾ. അതായത് കൺസർവേറ്റീവ് ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസർവേറ്റീവ് ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ യാഥാസ്ഥിതിക ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ റൈറ്റ്സ് ഒരാൾക്ക് മാത്രം, ഇന്നത് ചെയ്തുകൂടാ, ഇന്നത് ചെയ്യാം. ആ മിഡീവൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു ആചാരമാണ് ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്ന കാര്യം ചെയ്യാം. അതായത് താഴ്ന്ന ജാതിക്കാർക്ക് അമ്പലത്തിൽ കയറാൻ പാടില്ല, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. അതിനുശേഷം അടുത്തത് എന്തുവാണ്? കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ. അതായത് ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 വർണ്ണാസുകൾ. ഏതൊക്കെയാണ്? ബ്രാഹ്മണാസ്, ക്ഷത്രിയാസ്, വൈശ്യാസ് ആൻഡ് ശൂദ്രാസ്. അതിനകത്ത് മേളിൽ താഴ്ന്ന ജാതിക്കാർ, ഉയർന്ന ജാതിക്കാർ, അങ്ങനെ ഒരു വേർതിരിവുണ്ടായിരുന്നു സമൂഹത്തിൽ. അപ്പോൾ ഈ കൺസർവേറ്റീവ് ഔട്ട്ലുക്കും ഈ കാസ്റ്റ് സിസ്റ്റം ദാറ്റ് പ്രിവെയിൽ മിഡീവൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന 2 അനാചാരങ്ങളാണ്. അപ്പോൾ ഇതിനെ പെർപച്വൽ ഡിസ്ക്രിമിനേഷൻ അമംഗ് ദ പീപ്പിൾ. ഇത് ജനങ്ങളുടെ ഇടയിൽ എന്ത് സംഭവിച്ചു? ജനങ്ങളെ ഭിന്നിപ്പിച്ചു, ഡിസ്ക്രിമിനേറ്റ് ചെയ്തു, വേർതിരിച്ചു നിർത്തി. ഈ ഒരു കൺസർവേറ്റീവ് ഔട്ട്ലുക്കും അതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റം. ദ സോഷ്യൽ ഗ്രൂപ്പ്സ് സബ്ജക്റ്റഡ് ടു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ വെയർ അട്രാക്റ്റഡ് ടു ദി ഭക്തി മൂവ്മെൻറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജാതി വ്യവസ്ഥയുടെ പേരിലൊക്കെ, ജാതിയുടെ പേരിലൊക്കെ ഇവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിരുന്നു, വേർതിരിച്ച് നിർത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ വേർതിരിച്ച് നിർത്തിയിരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ സോഷ്യൽ ഗ്രൂപ്പിന് എന്ത് ചെയ്തു? ഈ ഭക്തി മൂവ്മെൻറ്റിലോട്ട് അട്രാക്റ്റായി. ഗ്രാജുവലി, പതിയെ, അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്, പല സമയത്തിൽ, വേർ ഒക്കോർഡ് സിന്തസിസ് ഓഫ് വേരിയസ് വിഷൻ ആൻഡ് പ്രാക്ടീസസ് ഓഫ് ഇൻ ഇന്ത്യ.
ഇൻ ദിസ് ചാപ്റ്റർ, ഈ ചാപ്റ്ററിൽ വി ഷോൾ ഡിസ്കസ് ദി 2 ഇമ്പോർട്ടൻറ്റ് കൾച്ചറൽ മൂവ്മെൻറ്റ്. അത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. 2 കൾച്ചറൽ മൂവ്മെൻറ്റിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ദാറ്റ് സ്പ്രെഡ് അക്രോസ് ഇന്ത്യ, ഇന്ത്യയിൽ സ്പ്രെഡ് ചെയ്ത വ്യാപിച്ച ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ് മധ്യകാല യുഗത്തിൽ. ദാറ്റ് ഈസ് ഭക്തി സൂഫി മൂവ്മെൻറ്റ്. ഭക്തി മൂവ്മെൻറ്റും സൂഫി മൂവ്മെൻറ്റും, ഈ 2 മൂവ്മെൻറ്റിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഭക്തി മൂവ്മെൻറ്റ്. അപ്പോൾ ഭക്തി മൂവ്മെൻറ്റ് എവിടെയായിരുന്നു? സൗത്ത് ഇന്ത്യയിൽ. സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് എവിടെയാണ്? കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ആ ഭാഗമാണ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത്. ഭക്ത പൊയിറ്റ്സ് ഹു ലീവ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ കമ്പോസ്ഡ് ഹിംസ് ആൻഡ് ഡിവോഷണൽ സോങ്സ് ദാറ്റ് എക്സ്പ്രസ് അൺവേവറിങ് ഡിവോഷൻ ടു ദെയർ ഫേവറേറ്റ് ഡൈറ്റി. അപ്പോൾ എന്താണ്? സൗത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഭക്ത പൊയറ്റുകൾ, കവികൾ, ഹിംസ് മന്ത്രങ്ങളും ഡിവോഷണൽ സോങ്സ് ഭക്തി ഗാനങ്ങളും എന്ത് ചെയ്തു? കമ്പോസ് ചെയ്തു. ദാറ്റ് എക്സ്പ്രസ് അൺവേവറിങ് ഡിവോഷൻ ടു ദെയർ ഫേവറേറ്റ് ഡൈറ്റി. അതെന്തോ കാണിക്കുന്നത്? അവരുടെ ഫേവറേറ്റ്, ഒരു ഇഷ്ടപ്പെട്ട ഡൈറ്റിയോടുള്ള ഡിവോഷൻ, ഭക്തിയാണ് കാണിക്കുന്നത്. ദീസ് ഭക്ത പോയിറ്റ്സ് വെയർ ഡിവോട്ടീസ് ഓഫ് വിഷ്ണു നോൺ ആസ് ആൾവാർസ് ആൻഡ് ഡിവോട്ടീസ് ഓഫ് ശിവ നോൺ ആസ് നയനാർസ്. അപ്പം വിഷ്ണുവിനും ശിവനും വേണ്ടിയിട്ടുള്ള ഭക്തരായിരുന്നു. അപ്പം വിഷ്ണുവിനെ ആരാധിച്ചിരുന്ന ആൾക്കാരെ എന്തെന്നറിയപ്പെട്ടു? ആൾവാർസ് എന്നും ശിവനെ ആരാധിച്ചിരുന്നവരെ നയനാർസ് എന്നും അറിയപ്പെട്ടു. ലെറ്റ് us see the characteristics of this movement that existed between the 7th and 12th century. 7ാം നൂറ്റാണ്ടിലും 12ാം നൂറ്റാണ്ടിലും നിലനിന്നിരുന്ന ഈ ഭക്തി മൂവ്മെൻറ്റിൻ്റെ സ്വഭാവ രീതികൾ നമുക്ക് പരിശോധിക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ് ഇൻ സൗത്ത് ഇന്ത്യ? അതിൻ്റെ ആൻസറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ഏതാണ്? ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്. നമ്മൾ പറഞ്ഞു, ആദ്യം പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ടോട്ടൽ സബ്മിഷൻ, സമർപ്പണം അല്ലേ, ദൈവത്തിന് മുമ്പിലുള്ള സമർപ്പണവും അതുപോലെ തന്നെ സ്നേഹവും. നെക്സ്റ്റ് എന്തുവാ? ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. ആ സമയത്ത് ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇതിനകത്ത് ഈ ഭക്തി മൂവ്മെൻറ്റിൽ വരുന്നവർക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ജാതി ഒരു വ്യവസ്ഥയല്ലാതെ എല്ലാവർക്കും ഇതിനകത്ത് പ്രവേശനമുണ്ടായിരുന്നു. ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലുള്ള പാർട്ടിസിപ്പേഷനായിരുന്നു ഉണ്ടായിരുന്നത്. ഡീപ്പ് ഡിവോഷൻ ടു ദി ബിലവഡ് ഡൈറ്റി. നമ്മുടെ കഠിനമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഡിവോഷൻ, ഭക്തി അവരുടെ ബിലവഡായിട്ടുള്ള ഡൈറ്റ് എന്ന് വെച്ചാൽ ഈശ്വരന്, ഗോഡ്. നെക്സ്റ്റ് പോയിന്റ്, കമ്പോസിഷൻ ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ്. വെർണാക്കുലർ ലാംഗ്വേജ് എന്ന് വെച്ചാൽ പ്രാദേശിക ഭാഷ. നമ്മുടെ പ്രാദേശിക ഭാഷ ഏതാണ്? മലയാളമാണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള, അപ്പോൾ ഇവരെവിടാ ജീവിക്കുന്നതെന്ന് വെച്ചാൽ ആ സ്ഥലത്തെ ഭാഷയിലായിരിക്കും അവരെന്തെഴുതുന്നത്? ഈ ഭക്തി സോങ്സുകൾ, പാട്ടുകൾ എഴുതുന്നത്. ഇത്രയും പിടി കിട്ടിയല്ലോ. നെക്സ്റ്റ് പോയിന്റ്, ദ ഭക്തി മൂവ്മെൻറ്റ് എമർജ്ഡ് ആസ് എ പോപ്പുലർ മൂവ്മെൻറ്റ് ഇൻ തമിഴ്നാടു. എവിടെയാണ്? തമിഴ്നാടുവിലാണ് ഇത് വളരെ പോപ്പുലറായിട്ട് ഇത് എമർജ് ചെയ്തത്. ആൾവാർസ് ആൻഡ് നയനാർസ്. ആൾവാർസ് എന്ന് വെച്ചാൽ വിഷ്ണുവിനെ ആരാധിക്കുന്നവർ, നയനാർസ് എന്ന് പറഞ്ഞാൽ ശിവനെ ആരാധിക്കുന്നവർ. ട്രാവൽഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ് സിംഗിങ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ്. അവർ ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റുള്ള സ്ഥലത്തിലോട്ട് ട്രാവൽ ചെയ്ത്, യാത്ര ചെയ്ത് എന്ത് ചെയ്തു? സിംഗിങ് ഡിവോഷണൽ സോങ്സ്, ഭക്തി ഗാനങ്ങൾ പാടി. ഏത് ഭാഷയിലാണ്? പ്രാദേശിക ഭാഷയിൽ. വിച്ച് ഹെൽപ്ഡ് ഇൻ സ്പ്രെഡിങ് ഡിവോഷൻ എമോങ് ദി പീപ്പിൾ. അങ്ങനെ ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തോട്ട് ഇങ്ങനെ പ്ലേസ് ടു പ്ലേസ് യാത്ര ചെയ്തിട്ട് അവരുടെ ആ ദേശത്തിൻ്റെ ഭാഷയിൽ, ഏത് ദേശത്താണോ അവർ യാത്ര ചെയ്യുന്ന ആ ദേശത്തിൻ്റെ ഭാഷയിൽ അവർ ഈ ഡിവോഷണൽ സോങ്സ് പാടിയപ്പോൾ അതിലോട്ട് ഒരുപാട് ജനങ്ങളെ അട്രാക്റ്റ് ചെയ്തു. അങ്ങനെ ഈ ഡിവോഷൻ ആ ജനങ്ങളുടെ ഇടയിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ ഇത് സഹായിച്ചു. ദി composition of Fakta poets had a great impact on the common people when evil practices and inequality were dominant. ഞാൻ പറഞ്ഞല്ലോ മിഡീവൽ പീരീഡിൽ ഇന്നിക്വാളിറ്റി, കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി, അങ്ങനെ ഒരുപാട് സതി, അങ്ങനെയുള്ള ഒരുപാട് ആചാരങ്ങൾ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭക്തി മൂവ്മെൻറ്റ് ആരുടെ കോമൺ പീപ്പിൾ, സാധാരണ ജനങ്ങളുടെ ഇടയിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു. ഈവൻ ഇൻ ഈവിൾ പ്രാക്ടീസസ് ആൻഡ് ഇന്നിക്വാളിറ്റി വെയർ ഡോമിനൻറ്റ്. ആ ഈവിൾ പ്രാക്ടീസസും ഇന്നിക്വാളിറ്റിയും നിലനിന്നിരുന്ന സമൂഹത്തിൽ. ദ മീനിങ്ലെസ് കസ്റ്റമറി
പ്രാക്ടീസസ് ദാറ്റ് പ്രിവൈൽഡ് ഇൻ ദ സൊസൈറ്റി വെയർ ക്വസ്റ്റ്യൻഡ്. ഏതാണ് മീനിങ്ലെസ് കസ്റ്റമറി പ്രാക്ടീസസ്? ഞാൻ പറഞ്ഞല്ലോ, സതി, അൺടച്ചബിലിറ്റി, ഇതെല്ലാം മീനിങ്ലെസ് ആണ്, ഒരു അർത്ഥവും ഇല്ലാത്തതാണ്. പിന്നെന്താണ്, പീരിയർ കാസ്റ്റിൽ ഉള്ളവർക്ക് മാത്രമേ ഈശ്വരനെ ആരാധിക്കാനുള്ള റൈറ്റ്സ് ഉള്ളൂ എന്നൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. താഴത്തുള്ള കോമൺ പീപ്പിളിന് അമ്പലങ്ങളിൽ കയറാൻ പോലുമുള്ള റൈറ്റ്സ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ എന്തിനെ അട്രാക്ട് ചെയ്തു? കോമൺ പീപ്പിളെ ഈ ഭക്തി മൂവ്മെൻറ്റിലോട്ട് അട്രാക്ട് ചെയ്തു. ദ മീനിങ്ലെസ് കസ്റ്റമറി പ്രാക്ടീസസ് ദാറ്റ് പ്രിവൈൽഡ് ഇൻ ദ സൊസൈറ്റി വെയർ ക്വസ്റ്റ്യൻഡ്. അതിനെയെല്ലാം ഈ ഭക്തി മൂവ്മെൻറ്റുകാർ എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ ചെയ്തു. ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റിൻ്റെ ബേസിസിലല്ലാതെ ഓൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി വെർ അട്രാക്റ്റഡ് ടു ദ ഭക്തി മൂവ്മെൻറ്റ്. എല്ലാവരും ഈ ഭക്തി മൂവ്മെൻറ്റിലോട്ട് അട്രാക്ട് ചെയ്തു. ദ റൈറ്റിംഗ് ഓഫ് ആൾവാർസ് ആൻഡ് നയനാസ് പോപ്പുലറൈസ്ഡ് ഹിന്ദുയിസം. അങ്ങനെ ഇവരുടെ എഴുത്തുകൾ, അതായത് ഡിവോഷണൽ സോങ്സുകൾ, ആൾവാർസിൻ്റെയും നയനാർസിൻ്റെയും ഡിവോഷണൽ സോങ്സുകൾ ഹിന്ദുയിസത്തെ പോപ്പുലറൈസ് ചെയ്തു. ദ റൈറ്റിങ്സ് ഓഫ് ആൾവാർസിൻ്റെ റൈറ്റിങ്സിനെ, അവരുടെ എഴുത്തുകളെ കെയിം ടു ബി നോൺ ആസ്, എങ്ങനെ അറിയപ്പെട്ടു? നലയിറ, ദിവ്യപ്രബന്ധം. വൈൽ ദ റൈറ്റിങ്സ് ഓഫ് നയനാർസിൻ്റെ എഴുത്തുകളെ എന്തറിയപ്പെട്ടു? തിരുമുറൈകൾ. മെനി ടെമ്പിൾസ് ആൾസോ ബിൽറ്റ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ധാരാളം അമ്പലങ്ങളും പണി കഴിപ്പിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. പ്രോമിനൻറ്റ് പോയറ്റ്സ് ഓഫ് ദി ഭക്തി മൂവ്മെൻറ്റ്. വിച്ച് ആർ ദ പ്രോമിനൻറ്റ് പോയറ്റ്സ് ഓഫ് ദി ഭക്തി മൂവ്മെൻറ്റ്? ഏതൊക്കെയാണ് പ്രോമിനൻറ്റ് പോയറ്റ്സ് ഓഫ് ദി ഭക്തി മൂവ്മെൻറ്റ്? ഡിവോട്ടീസ് ഓഫ് വിഷ്ണു, അതിനെ നമ്മൾ ആൾവാർ എന്ന് പറയുന്നു. ആൾവാർ പോയിറ്റുകൾ ഏതൊക്കെയാണ്? കുലശേഖര ആൾവാറുണ്ട്, പിന്നെ പെരിയാൾവാറുണ്ട്, നമ്മാൾവാറുണ്ട്, ആണ്ടൽ. അടുത്തത് എന്താണ്? ഡിവോട്ടീസ് ഓഫ് ശിവനെ ആരാധിക്കുന്ന പ്രസ്ഥാനത്തിന് എന്ത് പറയുന്നത്? നയനാർസ്. അതൊക്കെ ഏതാരാണ്? കാരക്കൽ അമ്മയാർ, അപ്പാർ, സമ്മന്താർ, സുന്ദരാർ, മാണിക്യ വാസകർ. ഇവരായിരുന്നു ഫേമസ് ഭക്തി പോയറ്റ്സ്. അത് പഠിച്ചു വെച്ചോണം. ഇവരുടെ പേരുകൾ ഇച്ചിരി പാടാണ്, എന്നാലും എഴുതിയൊക്കെ അങ്ങ് പഠിക്കുക. നെക്സ്റ്റ്, ദ ഭക്തി മൂവ്മെൻറ്റ് ഗ്രാജുവലി സ്റ്റാർട്ടഡ് സ്പ്രെഡിങ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ സൗത്ത് ഇന്ത്യയിലാണെന്ന് പറഞ്ഞു. ക്രമേണ അത് ഇന്ത്യയുടെ മറ്റ് പല ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ലെറ്റ്സ് ഗെറ്റ് ടു നോ ദ പ്രൊപ്പഗേഷൻ ഓഫ് ഭക്തി മൂവ്മെൻറ്റ് ഡിഫറെൻറ്റ് റീജൻസ്. അതായത് നമുക്ക് നോക്കാം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത് സ്പ്രെഡായെന്ന് നോക്കാം, അത് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ആയതെന്ന് നോക്കാം. പിന്നെ ബസവണ്ണ, ഫസ്റ്റ് ബസവണ്ണ, അതൊരു പേരാണ്. ബസവണ്ണ എന്നൊരു ഭക്തി പോയിറ്റിൻ്റെ പേരാണ്. ഫിലന്ത്രോഫിസ്റ്റ് ഓഫ് കന്നഡദേശ. ഫിലന്ത്രോഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? മനുഷ്യസ്നേഹി. അറ്റാച്ച്ഡ് ബിലോ ഈസ് ദ ഡെപ്പിക്ഷൻ ഓഫ് ഡിസ്കഷൻസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദി അനുഭവ മണ്ഡപം, ദ ഫോറം സെറ്റപ്പ് ബൈ ബസവണ്ണ, നോട്ട് ദാറ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് അനുഭവ മണ്ഡപത്തിൻ്റെ പിക്ചറാണ്. അത് സെറ്റപ്പ് ചെയ്തത് ആരാണ്? ബസവണ്ണ ആണ്. അവിടെ എന്താണ് നടക്കുന്നത്? ഡിസ്കഷൻസുകളാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു പിക്ചറാണ് താഴെ കൊടുക്കുന്നത്. പിക്ചേഴ്സുകളുണ്ട്, അതിനകത്ത് ഡിസ്കഷൻസുകൾ നടക്കുന്നുണ്ട്, അതിൻ്റെ കോൺവെർസേഷനും കൊടുത്തിട്ടുണ്ട്. അത് അനുഭവ മണ്ഡപത്തെ പറ്റി ചെറിയൊരു കുറിപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. അനുഭവ മണ്ഡപം വാസ് എ സ്പിരിച്വൽ ഫോറം ഫൗണ്ടഡ് ബൈ ബസവണ്ണ ഇൻ ദ 12th century CE. 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ നിർമ്മിച്ച ഒരു സ്പിരിച്വൽ ഫോറമാണ്. ഫോറം എന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോമാണ് അനുഭവ മണ്ഡപം എന്ന് പറയുന്നത്. അല്ലാമ പ്രഭു ആൻഡ് അക്ക മഹാദേവി ലെഡ് ദ ഡിസ്കഷൻസ് ഇൻ ദി അനുഭവ മണ്ഡപം. ഇപ്പോൾ ഈ അനുഭവ മണ്ഡപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻസുകൾ നടത്തുമല്ലോ, അത് നയിച്ചിരുന്നത് അല്ലാമ പ്രഭുവും അതുപോലെ തന്നെ അക്ക മഹാദേവിയുമായിരുന്നു. എവരിവൺ വാസ് അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡിസ്കഷൻസ് റെസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് ജെൻഡർ. ജെൻഡർ എന്ന് പറഞ്ഞാൽ ആണോ പെണ്ണോ വ്യത്യാസമില്ലാതെ, മതത്തിൻ്റെ ഒരു മതിൽക്കെട്ടില്ലാതെ എല്ലാവരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. പീപ്പിൾ യൂസ്ഡ് ടു കം ടു അനുഭവ മണ്ഡപം ഫോർ സ്പിരിച്വൽ ഡിസ്കഷൻസ് ആൻഡ് റിനീവൽ ഓഫ് അവർ നോളജ്. സ്പിരിച്വൽ ഡിസ്കഷൻസ് എന്താണ്? ആത്മീയ കാര്യങ്ങൾ, അതാണ് സ്പിരിച്വൽ ഡിസ്കഷൻ. ആൻഡ് റിനീവൽ ഓഫ് അവർ നോളജ്, അവരുടെ അറിവ് പുതുക്കുന്നതിന് വേണ്ടിയിട്ട്. ദ ഐഡിയാസ് ദാറ്റ് എമർജ്ഡ് ഇൻ ദി ഡിസ്കഷൻസ് വർ കൺവേഡ് ടു ദ പീപ്പിൾ ഇൻ ദ നെയിം ഓഫ് വചൻസ്. അപ്പം ഇതിനകത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ നടത്തി വരുന്ന കാര്യങ്ങൾ, ഐഡിയാസുകൾ കൺവേ ചെയ്തിരുന്നത്, ജനങ്ങളോട് കൺവേ ചെയ്തിരുന്നത് ഇൻ ദ നെയിം ഓഫ് വചൻസ്, വചനങ്ങൾ എന്നുള്ള പേരിലായിരുന്നു ഇത് കൺവേ ചെയ്തിരുന്നത്. നെക്സ്റ്റ് നോക്ക്,
ലിസ്റ്റ് ഔട്ട് ദ കീ ഫീച്ചേഴ്സ് ഓഫ് ദ സോഷ്യൽ കണ്ടീഷൻസ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ആ സമയത്തുണ്ടായിരുന്ന സോഷ്യൽ കണ്ടീഷൻ്റെ പ്രത്യേകത എന്തോ? കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു, നമ്മൾ ഇത്രയും പഠിച്ചു വന്നതിൽ നിന്ന് മനസ്സിലായി. ചൈൽഡ് മാരേജ് ഉണ്ടായിരുന്നു, ശൈശവ വിവാഹം, പ്രായപൂർത്തിയാവുന്നതിന് മുമ്പേ കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ചു വിടുന്ന പ്രക്രിയ ഉണ്ടായിരുന്നു. സതി ഉണ്ടായിരുന്നു. സതി എന്താണെന്നറിയാൻ ഒരു റിലീജിയസ് കസ്റ്റംസ് ആയിരുന്നു. എ ഹിന്ദു വിഡോ ബേണിംഗ് ഹെർസെൽഫ് ടു ഡെത്ത് ഓൺ ദി ഫ്യൂണറൽ പയർ ഓഫ് ഹെർ ഹസ്ബൻഡ്. അതായത് ഹിന്ദു സ്ത്രീ അവരുടെ ഹസ്ബൻഡ് മരിച്ചാൽ ആ ചിതയിൽ ചാടി ജീവൻ ഒടുക്കണമായിരുന്നു. അതാണ് സതി. നെക്സ്റ്റ് എന്തോ? അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ. അതായത് സുപ്പീരിയർ ആയിട്ടുള്ള കാസ്റ്റിലുള്ളവർക്ക് താഴെയുള്ള ലോവർ കാസ്റ്റിലുള്ളവർ ടച്ച് ചെയ്യാനോ അവരടുത്ത് ചെല്ലാനോ പാടില്ലായിരുന്നു. ബസവണ്ണ വാസ് എ ഫിലോസഫർ, ഒരു ഫിലോസഫർ ആയിരുന്നു, സാഹിത്യകാരനായിരുന്നു. സോഷ്യൽ റീഫോർമർ ആയിരുന്നു, സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. ആൻഡ് എ പോയറ്റ്, ഒരു കവിയായിരുന്നു. ഹൂ ലിവ്ഡ് ഇൻ കന്നഡ, ഇവിടെ കന്നഡയിലായിരുന്നു, കർണാടകയിലായിരുന്നു, കന്നഡ ദേശം ഇൻ ദ 12th century. ഹി ഡിസൈഡഡ് ടു മേക്ക് പീപ്പിൾ aware of the social and religious discrimination that existed in the society and endowed to wipe them out. അതായത് അദ്ദേഹം തീരുമാനിച്ചു, അതായത് സോഷ്യൽ ആൻഡ് റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ, ഈ വേർതിരിവിൽ ജനങ്ങളെ ബോധവാന്മാരാക്കുക. ആൻഡ് ആ സൊസൈറ്റിയിൽ എക്സിസ്റ്റഡ് ഇൻ ദാറ്റ് സൊസൈറ്റിയിൽ ആൻഡ് വൈപ്ഡ് ദം ഔട്ട്, പിന്നെ തുടച്ച് മാറ്റുക. ബസവണ്ണ പുട്ട് ഫോർവേഡ് എ വിഷൻ ബേസ്ഡ് ഓൺ ഫ്രീഡം, സ്വാതന്ത്ര്യം. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് വരുന്നു സ്വാതന്ത്ര്യം, ഇക്വാളിറ്റി, സമത്വം, സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി. ത്രൂ ദി വീരശൈവ മൂവ്മെൻറ്റ് ഫൗണ്ടഡ് ഹിം ഹി കോർഡിനേറ്റ് ദീസ് ഐഡിയാസ്. ഈ അദ്ദേഹം കൊണ്ടുവന്ന പ്രസ്ഥാനത്തിൻ്റെ പേരാണ്, ഒൺവേഡാണ് വീരശൈവ മൂവ്മെൻറ്റ്. ബസവണ്ണ കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് വീരശൈവ മൂവ്മെൻറ്റ്. ഈ ഒരു മൂവ്മെൻറ്റിലൂടെയാണ് അദ്ദേഹം ഈ ഐഡിയാസുകൾ പ്രൊപ്പഗേറ്റ് ചെയ്തത്. നെക്സ്റ്റ്, ദ മേജർ ആക്ടിവിറ്റീസ് ഓഫ് ദ വീരശൈവ മൂവ്മെൻറ്റ് ആർ ഗിവൺ ബിലോ. അത് ബസവണ്ണയുടെ പ്രസ്ഥാനമാണ് വീരശൈവ മൂവ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസുകൾ, പ്രവർത്തനങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ബ്രാഹ്മണിക്കൽ സുപ്രമസി ആൻഡ് ദ ഓതൻറ്റിസിറ്റി ഓഫ് ദി വേദാസ് വെയർ ക്വസ്റ്റ്യൻഡ്. അതായത് ബ്രാഹ്മണിക്കൽ സുപ്രമസി, ഞാൻ പറഞ്ഞല്ലോ സുപ്പീരിയർ കാസ്റ്റ് എന്ന്. അപ്പോൾ ആ ബ്രാഹ്മിൺസ് ആയിരുന്നു സുപ്പീരിയർ കാസ്റ്റ്. അപ്പോൾ ആ ഒരു സൂപ്രമസിയെ ക്വസ്റ്റ്യൻ ചെയ്തു. അതുപോലെ തന്നെ ഓതൻറ്റിസിറ്റി ഓഫ് ദി വേദാസ്, വേദങ്ങളുടെ ഓതൻറ്റിസിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്തു. പീപ്പിൾ വെയർ എഡ്യൂക്കേറ്റഡ് എഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് വുമൺ. അതായത് സ്ത്രീകൾക്ക് നേരെയുള്ള വേർതിരിവും ജാതി ഡിസ്ക്രിമിനേഷൻ വേർതിരിവിനെയും എതിരെ ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്തു, ബോധവാന്മാരാക്കി. മോണോതീസം വാസ് എൻകറേജ്ഡ്. മോണോതീസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകദൈവ വിശ്വാസം. കൺവിൻസ്ഡ് ദ പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ. ജോലി ചെയ്യുന്നതിനെ പറ്റിയുള്ള അതിൻ്റെ ഗ്രേറ്റ്നെസ്, മഹത്വം ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഹി ഒപ്പോസ്ഡ് ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹത്തിനെ എതിർത്തു. ആൻഡ് എൻകറേജ്ഡ് മാരേജ് ആഫ്റ്റർ പുബർട്ടി. പുബർട്ടി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായതിനു ശേഷം ഉള്ള മാരേജ് അദ്ദേഹം എൻകറേജ് ചെയ്തു. ആൻഡ് വിഡോ റീമാരേജ്, വിധവകളെ പുനർവിവാഹം ചെയ്യുന്നതിനും അദ്ദേഹം എൻകറേജ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചത് ആ വീരശൈവ മൂവ്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസാണ്. നെക്സ്റ്റ്, ബസവണ്ണാസ് മെസ്സേജസ് ഹൈലൈറ്റിംഗ് ഹ്യൂമാനിസം ആൻഡ് ഇക്വാളിറ്റി. അദ്ദേഹത്തിൻ്റെ ഓരോ മെസ്സേജസുകളാണ് നോക്കാം. ഇഫ് തോട്ട്സ് ആൻഡ് ആക്ഷൻസ് ആർ ഗുഡ് ദ നേഷൻ വിൽ പ്രോസ്പർ. നമ്മൾ നല്ല പ്രവൃത്തി നല്ല ചിന്തയാണെങ്കിൽ രാജ്യം പ്രോസ്പെരിറ്റിയിലോട്ട്, പുരോഗതിയിലോട്ട് പോകും. ആൾ ഹ്യൂമൻ ബീയിങ്സ് ഹാവ് ഈക്വൽ റൈറ്റ്സ് റെസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. എല്ലാ മനുഷ്യനും ഒരു ഈക്വൽ റൈറ്റ്സ് ആണ്, ഒരേ അവകാശങ്ങളാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് എന്ന് വെച്ചാൽ കാസ്റ്റിൻ്റെ ബേസ് അല്ലാതെ. ഇൻ്റർമീഡിയറീസ് ആർ നോട്ട് റിക്വയർഡ് ടു വർഷിപ്പ് ഗോഡ്. അപ്പം നമ്മളും ദൈവവും തമ്മിലുള്ള ഇടയ്ക്ക് ഒരു ഇൻ്റർമീഡിയറീസിൻ്റെ ആവശ്യമില്ല, അതായത് പുരോഹിതന്മാരുടെ. ദർ ഈസ് നോ റീബർത്ത്, ലീവ് ദിസ് ലൈഫ് ബ്ലെസ്ഫുൾ. അതായത് ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ആ മിഡീവൽ ഇന്ത്യയിൽ അവിടുത്തെ അവരൊക്കെ ലൈഫ് ആഫ്റ്റർ ഡെത്തിലൊക്കെ വിശ്വസിച്ചിരുന്നവരാണ്. അപ്പോൾ പറഞ്ഞ ഒറ്റ ജീവിതമേ ഉള്ളൂ, ആ ജീവിതം സന്തോഷത്തോടുകൂടി ജീവിക്കുക. നെക്സ്റ്റ് കബീർ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കബീറാണ്. അടുത്ത ഭക്തി മൂവ്മെൻറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത ആളാണ് കബീർ. കബീർ പ്രൊപ്പഗേറ്റഡ് ഹിസ് ഐഡിയാസ് ത്രൂ സച്ച് ഹിംസ് നോൺ ആസ് ദോഹാസ്. ഇപ്പം നമ്മൾ കണ്ടില്ലയോ, അത് അദ്ദേഹത്തിൻ്റെ ദോഹകളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് പ്രൊപ്പഗേറ്റ് ചെയ്തത് ത്രൂ സച്ച് എ ഹിംസ്, ഇതുപോലുള്ള ഹിംസ് എന്ന് വെച്ചാൽ മന്ത്രങ്ങൾ എന്നാണ് ഹിംസിൻ്റെ അർത്ഥം.
വഴിയാണ്. അതിനെ നമ്മൾ ദോഹ എന്നാണ് പറയുന്നത്. നമ്മൾ ഹിന്ദിയിലൊക്കെ കബീറിൻ്റെയൊക്കെ ദോഹകൾ പഠിച്ചിട്ടുണ്ട്. കബീർസ് ദോഹാസ് വെയർ വെരി പോപ്പുലർ വിത്ത് ദ മെസ്സേജസ് ആസ് ഹി കമ്പോസ്ഡ് ഹിസ് ഹിംസ് ഇൻ എ ലാംഗ്വേജ് ദാറ്റ് കോമൺ പീപ്പിൾ കുഡ് അണ്ടർസ്റ്റാൻഡ്. അദ്ദേഹം ഈ ദോഹകൾ വെരി വെരി പോപ്പുലറാണ്. അദ്ദേഹത്തിൻ്റെ വിത്ത് എ മെസ്സേജ് ആണ്, അതൊരു മെസ്സേജ് കാണും. കമ്പോസ്ഡ് ഇങ്ങനെ ഹിംസുകൾ കമ്പോസ് ചെയ്തത് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക്, കോമൺ പീപ്പിളിന് മനസ്സിലാവുന്ന രീതിയിലാണ്. ആ സമയത്ത് പോപ്പുലറായിട്ടൊക്കെ നിൽക്കുന്നത് സാൻസ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഒക്കെ ആയിരുന്നു. അത് സാൻസ്ക്രിപ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് കോമൺ പീപ്പിൾക്ക് സംസാരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ആ സമയത്ത് ഒരുപാട് ഇൻഇക്വാളിറ്റീസുകൾ നിലനിന്നിരുന്നു. ആ ഭാഷ സംസാരിക്കാൻ ബ്രാഹ്മിൺസിനും ഉന്നത കുല ജാതർക്ക് മാത്രമേ റൈറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ഈ ഹിംസുകളൊക്കെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലായിരുന്നു എഴുതിയതും പ്രൊപ്പഗേറ്റ് ചെയ്തതും. കബീർ സ്റ്റുഡ് ഫോർ ഹിന്ദു മുസ്ലിം യൂണിറ്റി ആൻഡ് ബ്രദർഹുഡ്. അദ്ദേഹം ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടി ഏകതയ്ക്ക് വേണ്ടി നിലനിന്ന ആളാണ്. ബ്രദർഹുഡ് എന്ന് ഹിന്ദു മുസ്ലിം സഹോദരങ്ങളാണെന്ന്. ഹി റിമൈൻഡഡ് ദാറ്റ് ദ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ആർ ടു വെസൽസ് മെയ്ഡ് ഓഫ് ദി സെയിം സോയിൽ. ഒരേ സോയിൽ നിന്നുണ്ടാക്കിയ രണ്ട് പാത്രങ്ങളാണ് ഹിന്ദു മുസ്ലിംസും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. He argued that caste system, untouchability, religious rituals, post-death rituals, idol worship, etc. are meaningless. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, റിലീജിയസ് റിച്വൽസ്, മതപരമായിട്ടുള്ള ആചാരങ്ങൾ, പോസ്റ്റ് ഡെത്ത് റൈറ്റ്സ് എന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഐഡൽ വർഷിപ്പ്, വിഗ്രഹ ആരാധന, ഇതൊക്കെ എന്ന് പറയുന്നത് മീനിങ്ലെസ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കബീർ ക്രിട്ടിസൈസ്ഡ് ഓൾ കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, റിലീജിയൻ, റൈസ്, ലെഗസി, വെൽത്ത്. ഈ കാസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തു, അതിന് എഗൻസ്റ്റ് ആയിരുന്നു. കബീർ തോട്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ് വെയർ ഇമ്മൻസ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഭക്തി സൂഫി ഐഡിയാസ്. ആ ഭക്തി സൂഫി ഐഡിയാസിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ തോട്ട്സുകളെല്ലാം, ചിന്തകളെല്ലാം വന്നത്. ഹി റിജക്റ്റഡ് റിലീജിയസ് ട്രഡീഷൻസ് കംപ്ലീറ്റ്ലി. മതപരമായിട്ടുള്ള ട്രഡീഷൻസും ആചാരങ്ങളും അദ്ദേഹം കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്തു. ഹി ആൾസോ ഇഗ്നേർഡ് ദ എക്സ്റ്റേണൽ റിച്വൽസ് ഓഫ് റിലീജിയൻസ്. ആചാരങ്ങൾ, മതത്തിനകത്തുള്ള ആചാരങ്ങൾ അദ്ദേഹം അവഗണിച്ചിരുന്നു. കബീർ ഹു ബിലീവ്ഡ് ഇൻ ഫോംലെസ് ഗോഡ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് രൂപമോ മുഖമോ ഒന്നുമില്ലെന്നാണ് പറയുന്നത്. പ്രൊപ്പഗേറ്റഡ് ഭക്തി ആസ് എ മീൻസ് ഓഫ് സാൽവേഷൻ. നമ്മളെ സാൽവേഷൻ എന്ന് വെച്ചാൽ നമ്മളെ തന്നെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുക, അതാണ് സാൽവേഷൻ എന്ന് പറയുന്നത്. അത് ഭക്തി മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കബീർ ട്രാവൽഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ് വിത്ത് ഹിസ് ഡിസൈപ്പിൾ എന്ന് പറഞ്ഞാൽ എന്തോ ശിഷ്യന്മാർ. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ കൂടി അദ്ദേഹം പ്ലേസ് ടു പ്ലേസ് ഓരോ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തു. ടു സ്പ്രെഡ് ഹിസ് ഐഡിയാസ്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. റീഡ് സം ഓഫ് ഹിസ് എക്സ്പീരിയൻസ് ഡ്യൂറിങ് സച്ച് ട്രാവൽ. ഓൺസ് കബീർ എൻക്വയർഡ് ഓഫ് എ ഗ്രിവിങ് വില്ലേജ് ചീഫ്റ്റൻ. വില്ലേജ് ചീഫ്റ്റൻ എന്ന് വെച്ചാൽ വില്ലേജിലെ തലവൻ സങ്കടപ്പെടുന്നത് കണ്ടു. അതിനെ അന്വേഷിച്ചു, എൻക്വയറി ചെയ്തു. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, ഇറ്റ്സ് കർമ്മ. കർമ്മം എന്നറിയാമല്ലോ, നമ്മൾ ചെയ്ത കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി. വാട്ട് എൽസ് ടു സേ, എൻ്റെ കർമ്മം, അല്ലാതെ ഞാൻ എന്തോ പറയാനാണ്. പീപ്പിൾ ആർ ഡൈയിങ് ഓഫ് സ്മാൾ പോക്സ്. ചിക്കൻ പോക്സ് പോലുള്ള സ്മാൾ പോക്സ് കൊണ്ട് ആൾക്കാർ, സ്മാൾ പോക്സ് എന്ന് വെച്ചാൽ വസൂരി, അതുകൊണ്ട് മരിക്കുന്നു. സോർസറി ഈസ് ദ റെമഡി. സോർസറി എന്ന് പറഞ്ഞാൽ എന്താണ്? മാജിക്ക് എന്നൊക്കെ പറയുമല്ലോ, മന്ത്രവാദം അതൊക്കെ പറയുമല്ലോ, അതാണ് സോർസറി. ഇതാണ് ഒരു റെമഡി. കബീർ ലാഫ്ഡ് ആൻഡ് സെഡ്. കബീർ ചിരിച്ചിട്ട് പറഞ്ഞു, എ സ്പെൽ ഫോർ ഹീലിംഗ്. സ്പെൽ എന്ന് വെച്ചാൽ മാജിക് പോലൊരു സംഭവമാണ്. എ സ്പെൽ ഫോർ ഹീലിംഗ്. ഇത് ഹീൽ ചെയ്യാൻ, ഇതിന് ഉണക്കാൻ വേണ്ടിയിട്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെല്ലോ. നൺ ഓഫ് ദിസ് ക്യാൻ ബി സോൾവ്ഡ് ബൈ മാജിക്കൽ സ്പെൽ. മാജിക്കൽ എന്ന് വെച്ചാൽ മന്ത്രവാദം കൊണ്ടൊന്നും ഇത് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഓൺലി ട്രീറ്റ്മെൻറ്റ് ക്യാൻ ക്യൂർ ദ ഡിസീസസ്. ട്രീറ്റ്മെൻറ്റിന് മാത്രമേ ഈ ഡിസീസിനെ ക്യൂർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്യൂർ എന്ന് വെച്ചാൽ എന്താണ്? കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് അനദർ ഒക്കേഷൻ, വേറൊരു സമയത്ത് പീപ്പിൾ സ്റ്റാർട്ടഡ് ഗിവിങ് ഗിഫ്റ്റ് ടു കബീർ. കബീറിന് ഗിഫ്റ്റുകൾ കൊടുക്കുക, സമ്മാനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. ആൻഡ് ഹിസ് ഡിസൈപ്പിൾ, അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിളിനും. ഹീ സെഡ്, അദ്ദേഹം പറഞ്ഞു, വി ആർ വീവേഴ്സ്. ഞങ്ങളുടെ ഇടയിൽ തുന്നൽക്കാരുണ്ട്, മെറ്റൽ വർക്കേഴ്സ് ഉണ്ട്, വുഡ് കട്ടേഴ്സ് ഉണ്ട്, ഫാർമേഴ്സ് ഉണ്ട്, ആൻഡ് കോബ്ലേഴ്സ്, ചെരുപ്പുകുത്തികളുണ്ട്. വി ഡു വർക്ക്. ഞങ്ങൾ വർക്ക് ആൻഡ് ലീവ്. ഞങ്ങൾ വർക്ക് ചെയ്ത് അങ്ങനെയാണ് ജീവിക്കുന്നത്. വി ഡു നോട്ട് നീഡ് ഗിഫ്റ്റ്. ഞങ്ങൾക്ക് ഗിഫ്റ്റിൻ്റെ ആവശ്യമില്ല. ഇതൊരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ്, അദ്ദേഹം യാത്ര ചെയ്തപ്പോഴുണ്ടായ ഒരു അനുഭവം. നെക്സ്റ്റ് നോക്കൂ. യു ഹാവ് റീഡ് കബീർസ് ദോഹ ആൻഡ് സ്റ്റോറീസ്. കബീറിൻ്റെ ദോഹയും
സ്റ്റോറിയൊക്കെ ഇപ്പോഴത്തെ ഈ സ്റ്റോറിയൊക്കെ നമ്മൾ വായിച്ചു. ആഡ് യുവർ ഫൈൻഡിങ്സ് ബിലോ. എന്തൊക്കെയാണ്? പീപ്പിൾ കാൾ ഗോഡ് ബൈ ഡിഫറെൻറ്റ് നെയിംസ്. ജനങ്ങൾ ദൈവത്തെ പല പേരുകളിൽ വിളിക്കുന്നു. കബീർ മെയ്ഡ് പീപ്പിൾ തിങ്ക് എഗെയിൻസ്റ്റ് സൂപ്പർസ്റ്റിഷൻ. നെക്സ്റ്റ് എന്താ പറയാം? ഹി ഡിഡ് നോട്ട് ബിലീവ് ഇൻ കർമ്മ. കർമ്മയിൽ വിശ്വസിച്ചിരുന്നില്ല. ബിലീവ് ഇൻ വർക്ക് ആൻഡ് ലീവ്. ജോലി ചെയ്ത് ജീവിക്കുന്നതിൽ വിശ്വസിച്ചിരുന്നു. നമുക്ക് ഒരുപാട് ഇനി പറയാനുണ്ട്. പിന്നെന്തുവാണ്? ഐഡൽ വർഷിപ്പിൽ വിശ്വസിച്ചിരുന്നില്ല. ഫോംലെസ് ഗോഡിൽ വിശ്വസിച്ചിരുന്നു. ദൈവത്തിന് മുഖമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു, അതിൽ വിശ്വസിച്ചിരുന്നു. ആ പാരഗ്രാഫ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇതിനകത്ത് എഴുതാനുള്ള പോയിന്റുകൾ കിട്ടും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഗുരു നാനാക്ക്. ഓൺസ് ഗുരു നാനാക്ക് ആൻഡ് ബായി മർഡാന കെയിം ടു റെസ്റ്റ് അറ്റ് സജൻസ് താങ്ക്സ് ഇൻ. എന്ന് പറഞ്ഞാൽ ഹോട്ടൽ. ഇപ്പോൾ ഗുരു നാനാക്കും ബായി മർഡാനയും ഇവിടെ ഒരു ഇന്നിലെത്തി. ഹി ഹാഡ് എ ഹാബിറ്റ് ഓഫ് റോബിങ് ദോസ് ഹൂ സ്റ്റേഡ് ഹിയർ. അപ്പം സജൻ തങ്ങിന് എന്ത് സ്വഭാവമുണ്ട്? അവിടെ ആരൊക്കെ താമസിക്കുന്നോ അവരുടെ എല്ലാ സാധനങ്ങൾ കൊള്ളയടിക്കാം. നോയിങ് ദിസ്, ഇത് ഗുരു നാനാക്ക് അദ്ദേഹം ഇത് അറിഞ്ഞപ്പോൾ ഡിഡ് നോട്ട് വാണ്ടഡ് ടു റെസ്റ്റ് ഫോർ ദ നൈറ്റ്. അദ്ദേഹം ആ നൈറ്റ് റെസ്റ്റ് ചെയ്തില്ല. ഇൻസ്റ്റഡ്, പകരം ദേ സ്റ്റാർട്ടഡ് സിംഗിങ് ഷബാദ്. അദ്ദേഹം ഷബാദ് എന്ന് വെച്ചാൽ എന്തോ സോങ്സ് തന്നെയാണ്, കബീറിൻ്റെ ദോഹ പോലെ തന്നെ. പ്രയർ സോങ്സ് കമ്പോസ്ഡ് ബൈ ഗുരു നാനാക്ക്. അത് പ്രയർ സോങ്സ് ആണ് ഗുരു നാനാക്ക് കമ്പോസ് ചെയ്തത്. ദ റിസൈറ്റൽ മെൻറ്റ് ഇറ്റ് വാസ് അൺജസ്റ്റ് ടു ലൂട്ട് അതേഴ്സ് വെൽത്ത് സജൻ. അദ്ദേഹത്തിന് ഇത് റിസൈറ്റൽ മെൻറ്റ്, അത് അദ്ദേഹം എന്തോ പറഞ്ഞത്? സജൻസിനോട് പറയുക ഈ ലൂട്ട്, മറ്റുള്ളവരുടെ മുതൽ അപഹരിക്കുന്നത് ശരിയല്ലെന്ന്. സജൻ തങ്ക് റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക്. അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക് റിയലൈസ് ചെയ്തു. വെൻ ഹി ലിസൺഡ് ടു ദി ലിറിക്സ് ഓഫ് ദി സോങ്. സോങ്ങിൻ്റെ ലിറിക്സ് അദ്ദേഹം കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. ഹി ബിഗാൻ ബെഗ്ഡ് ഗുരു ഫോർ ഫോർഗീവ്നെസ്. മാപ്പിന് വേണ്ടി അദ്ദേഹത്തിനോട് യാചിച്ചു. ഗുരു നാനാക്ക് അഡ്വൈസ്ഡ് ഹിം ടു ഗീവ് ബാക്ക്. ഗുരു നാനാക്ക് എന്തുവാണ് അഡ്വൈസ് ചെയ്തത്? ഗീവ് ഹിം ബാക്ക്. അദ്ദേഹം എന്തൊക്കെയാണോ ലൂട്ട് ചെയ്തത് അതെല്ലാം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. വെൽത്ത് ടു ദ പൂവർ, പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറഞ്ഞു. ആൻഡ് ടു ലീവ് ഹോണസ്റ്റ്ലി, സത്യസന്ധതയോടുകൂടി ജീവിക്കാൻ പറഞ്ഞു. ദെൻ ഓൺ സജൻസ് ബിഗാൻ എ ലൈഫ് ഹെൽപ്പിംഗ് ദോസ് ഹൂ വിസിറ്റഡ് ഹിസ് ഇൻ. പിന്നീട് അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചത്? ആരൊക്കെ വിസിറ്റ്, അദ്ദേഹത്തിൻ്റെ ഇന്നിൽ, അദ്ദേഹത്തിൻ്റെ വിശ്രമ സ്ഥലം, അതാണ് ഇന്ന്, വിസിറ്റ് ചെയ്യുന്നു, അവരെല്ലാം ഹെൽപ്പ് ചെയ്ത് ജീവിച്ചു. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനകത്ത്. ഇനി ഗുരു നാനാക്കിനെ പറ്റിയാണ്. ഗുരു നാനാക്ക് വാസ് ബോൺ ഇൻ 15th century ഇൻ എ വില്ലേജ് ഓഫ് തൽവാണ്ടി. തൽവാണ്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 15ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജനിച്ചത്. നൗ ഇൻ പാകിസ്ഥാൻ, ഇപ്പോൾ പാകിസ്ഥാൻ. ഇൻ ഷേഖ്പുര, പഞ്ചാബ്. പഞ്ചാബ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ ഇന്ത്യയിൽ പഞ്ചാബ് ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു പോർഷൻ എവിടെയുണ്ട്? പാകിസ്ഥാനിലും ഉണ്ട്. ഗുരു നാനാക്ക് അറ്റംപ്റ്റ് ടു ഹാർമോണൈസ് ദ ഐഡിയ ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻ. പല റിലീജിയനിലെ അദ്ദേഹം ഹാർമോണൈസ് ചെയ്തു. ഹി ട്രാവൽ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ ടു പ്രൊപ്പഗേറ്റ് ഹിസ് തോട്ട്സ്. അദ്ദേഹം ഇന്ത്യയിലും അതുപോലെ തന്നെ ഔട്ട്സൈഡ് പുറത്തും പോയി. അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനുമൊക്കെ ഇന്ത്യയുടെ പാർട്ടായിരുന്നു. ബിഫോർ ഇൻഡിപെൻഡൻസ് ആണ് ഈ പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ പുറത്തും അദ്ദേഹം യാത്ര ചെയ്തു. ഗുരു നാനാക്ക് വാസ് എഗെയിൻസ്റ്റ് ദ മീനിങ്ലെസ് റിലീജിയസ് റിച്വൽസ്. അദ്ദേഹവും ഈ അർത്ഥമില്ലാത്ത റിച്വൽസിനെല്ലാം എതിരായിരുന്നു. ഹി അറ്റംപ്റ്റഡ് ടു പ്രൊപ്പഗേറ്റ് ദ മെസ്സേജ് ഓഫ് ഓൺ ഗോഡ്. അദ്ദേഹം പറഞ്ഞു എന്തുവാണ്? ഏകദൈവം മാത്രമേ ഉള്ളൂ. ഹി പ്രൊമോട്ടഡ് ദി ഐഡിയാസ് ഓഫ് ഇക്വാളിറ്റി, ബ്രദർഹുഡ്, ലവ്, ഗുഡ്നെസ് ആൻഡ് റിലീജിയസ് ടോളറൻസ്. ഇതൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? പ്രൊമോട്ട് ചെയ്തു. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അഡൽട്ടറി, പിൽഗ്രിമേജ് എക്സെട്ര വെർ റിജക്റ്റഡ് ബൈ ഹിം. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതി വ്യവസ്ഥ. അഡൽട്ടറി എന്തുവാണ്? ഐഡൽ വർഷിപ്പ്, വിഗ്രഹാരാധന, അതിനെയും അദ്ദേഹം എതിർത്തു. പിൽഗ്രിമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? തീർത്ഥാടനം. ഇനി എക്കണോമിക് ഇൻഇക്വാളിറ്റി വാസ് ക്വസ്റ്റ്യൻഡ് ആൻഡ് പീപ്പിൾ വെർ എൻകറേജ്ഡ് ടു അബ്സ്റ്റെയിൻ ഫ്രം യൂസിങ് ഇൻടോക്സിക്കൻസ്. അദ്ദേഹം സാമ്പത്തികപരമായിട്ടുള്ള അസമത്വത്തെയും അദ്ദേഹം എതിർത്തു. പിന്നെ ഇൻടോക്സിക്കൻസ് എന്ന് പറഞ്ഞാൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗം, അതിൽ നിന്നും മാറി നിൽക്കാനും അദ്ദേഹം പറഞ്ഞു. ഹി എംബസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലങ്കാർ ഓർ കമ്മ്യൂണിറ്റി കിച്ചൺ. ലങ്കാർ എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ജാതിക്കാരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത്. വെയർ ഓൾ ക്ലാസസ് ഓഫ് പീപ്പിൾ കുഡ് ഈറ്റ് ടുഗദർ. എല്ലാ ജാതിക്കാരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക. ജാതിയിലും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് മുന്നിലും പിന്നിലും ഉള്ളവരെല്ലാവരും. ഹിസ് ഐഡിയാസ് ലേറ്റർ പവേഡ് ദ വേ ഓഫ് ദി
ഫോർമേഷൻ ഓഫ് സിക്കിസം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഐഡിയാസാണ് പിന്നീട് സിക്കിസത്തിൻ്റെ ഫോർമേഷന് വഴിതെളിച്ചത്. നോക്കൂ, ആദിഗ്രന്ഥ്. ആദിഗ്രന്ഥം എന്ന് വെച്ചാൽ എന്താണ്? സിഖ് മതക്കാരുടെ ഹോളി ബുക്ക്. ഇപ്പം ക്രിസ്ത്യൻസിൻ്റെ ഹോളി ബുക്ക് എന്ന് പറഞ്ഞാൽ ബൈബിളാണ്. ഹിന്ദുസിൻ്റെ ഹോളി ബുക്ക് എന്ന് പറഞ്ഞാൽ രാമായണ, മഹാഭാരത. അതുപോലെ സിഖുകാരുടെ ഹോളി ബുക്ക് എന്ന് പറഞ്ഞാൽ ആദിഗ്രന്ഥാണ്, ഗുരു ഗ്രന്ഥ് സാഹിബ്. ദ ആദിഗ്രന്ഥ് കൺസിസ്റ്റ് റൈറ്റിംഗ് ഓഫ് ഓൾ ദ സിഖ് ഗുരു ബിഗിനിങ് ഫ്രം ഗുരു നാനാക്ക്. എല്ലാ സിഖ് ഗുരുക്കന്മാരുടെയും റൈറ്റിങ്സുകളാണ്. ആദ്യത്തേതാണ് ഗുരു നാനാക്ക് മുതൽ. ദി ഇമ്പോർട്ടൻസ് ഓഫ് മോണോതീസം ആൻഡ് തോട്ട്സ് എഗെയിൻസ്റ്റ് കാസ്റ്റ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആർ എംബഡേഡ് ഇൻ ഇറ്റ്. മോണോതീസം ഏകദൈവ വിശ്വാസത്തിനെ പറ്റിയും അതുപോലെ തന്നെ കാസ്റ്റ് റൈസ് ഡിസ്ക്രിമിനേഷനെതിരെയൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ദ ഐഡിയ ഓഫ് ജൈനിസം, ബുദ്ധിസം, ഇസ്ലാം എക്സെട്ര ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ആദിഗ്രന്ഥ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ജൈനിസത്തെ പറ്റിയും ബുദ്ധിസത്തെ പറ്റി, ഇസ്ലാം മതത്തെ പറ്റിയുള്ള എല്ലാ ഐഡിയാസുകളും, അവരുടെ എല്ലാ ഐഡിയാസുകളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ്, വുമൺ ആൻഡ് ദ ഭക്തി മൂവ്മെൻറ്റ്. വുമൺ വെയർ ലെസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് ഇൻ ദ മിഡീവൽ സൊസൈറ്റി. നമ്മൾ പറഞ്ഞല്ലോ, സ്ത്രീകൾ ഒരുപാട് അരാജകത, സതി പറഞ്ഞു. പിന്നെ വേറെന്താ പറഞ്ഞു? സ്ത്രീകൾക്ക് വലിയ റൈറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു, അവകാശങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും കുറച്ചേ ഉണ്ടായിരുന്നാലും കണ്ടീഷൻസ് റിമൈൻഡഡ് ദി സെയിം ഇൻ ദ റിലേഷൻ ടു ഫ്രീഡം ഓഫ് വർഷിപ്പ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അവർക്ക് ഉള്ള റെസ്പെക്റ്റ് കൊടുക്കാതെ പോലെ അവർക്ക് ദൈവങ്ങളെ ആരാധിക്കാനുള്ള റൈറ്റ്സും ഉണ്ടായിരുന്നില്ല. വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ് വരവോടുകൂടി മെനി വുമൺ ടുക്ക് ടു കമ്പോസിങ് ആൻഡ് സിംഗിങ് ഹിംസ് ആൻഡ് സോങ്സ് ടു വർഷിപ്പ് ദ ഡൈറ്റ് ഓഫ് ദെയർ ചോയ്സ്. ഭക്തി മൂവ്മെൻറ്റിൻ്റെ വരവോടുകൂടി ധാരാളം സ്ത്രീകൾ എന്ത് ചെയ്തു? ഗാനങ്ങൾ കമ്പോസ് ചെയ്യാൻ, സിംഗിങ്ങും ഒക്കെ തുടങ്ങി അവരുടെ ഇഷ്ടപ്പെട്ട ദൈവങ്ങളെക്കുറിച്ച്. മീരാബായി വാസ് ദ രജപുത്ത് പ്രിൻസസ്. മീരാബായിയുടെയും ദോഹകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മീരാബായിയുടെ ഭജൻസുകൾ പഠിച്ചിട്ടുണ്ട്. വാസ് രജപുത്ത് പ്രിൻസസ് ഹു ലീവ്ഡ് ഇൻ ചിറ്റൂരിലായിരുന്നു താമസിച്ചിരുന്നത്, രാജസ്ഥാനിലുള്ള. ഷീ ഗേവ് അപ്പ് ഓൾ ദി വേൾഡ്ലി കംഫോർട്ട്. ഗേവ് അപ്പ് ഉപേക്ഷിക്കുക, വേൾഡ്ലി കംഫോർട്ട് ആൻഡ് ഇമ്മേഴ്സ്ഡ് ഹെർസെൽഫ് ഇൻ ദ ഡിവോഷൻ ടു കൃഷ്ണ. എല്ലാ ലൗകിക ജീവിതങ്ങളും ത്യജിച്ചിട്ട് കൃഷ്ണനിൽ ആകൃഷ്ടയായി. കൃഷ്ണ ഭജൻസ് കമ്പോസ്ഡ് ബൈ മീരാബായി ആർ വെരി പോപ്പുലർ. നമ്മൾ ഹിന്ദിയിൽ പഠിച്ചിട്ടുണ്ട് മീരാബായിയുടെ ഭജൻസുകൾ. ഇനി കാരക്കൽ അമ്മയാർ ആൻഡ് ആണ്ടൽ വെയർ ഫേമസ് ഡിവോട്ടീസ് പോയറ്റ്സ് ഫ്രം തമിഴ്നാടു. കാരക്കൽ അമ്മയാർ ആൻഡ് ആണ്ടലായിരുന്നു പ്രധാനപ്പെട്ട തമിഴ്നാട്ടിലെ പോയട്രസസ് എന്ന് വെച്ചാൽ സ്ത്രീകളായിട്ടുള്ള കവികൾ. ദെയർ കമ്പോസിഷൻസ് എക്സ്പ്രസ് ഡീപ്പ് ഡിവോഷൻസ് ഓഫ് ദെയർ ഫേവറേറ്റ് ഡൈറ്റി. അക്ക മഹാദേവി വാസ് എ പ്രോമിനൻറ്റ് ഫിഗർ ഇൻ ദ വീരശൈവ മൂവ്മെൻറ്റ്. പ്രോമിനൻറ്റ് ഫിഗർ ഇൻ ദി വീരശൈവ മൂവ്മെൻറ്റ്. നമ്മൾ വീരശൈവ മൂവ്മെൻറ്റ് പഠിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. ഷി ലെഡ് ഡിസ്കഷൻസ് അഗൈൻസ്റ്റ് സോഷ്യൽ സ്പിരിച്വൽ ഓപ്പറേഷൻസ് ദ വുമൺ ഫേസ്ഡ് ഇൻ ദോസ് ഡേയ്സ്. ഡിവൽ ഇന്ത്യയിൽ സ്ത്രീകൾ നേരിടുന്ന ഓപ്പറേഷൻസ്, പീഡനങ്ങൾക്കും ഇൻഇക്വാളിറ്റീസിനുമെതിരെ അവർ ഡിസ്കഷൻസുകൾ നടത്തി. ഇനി ബാഹിനാബായി ആൻഡ് സൂര്യബായി ഓഫ് മഹാരാഷ്ട്ര ആൻഡ് ലാൽ ദഡ് ഓഫ് കാശ്മീർ ആൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ ഗ്രോത്ത് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. ഈ ഭക്തി മൂവ്മെൻറ്റിൽ പറഞ്ഞ സ്ത്രീകളുടെയും അതുപോലെ തന്നെ കബീർദാസ്, ഗുരു നാനാക്ക്, ഇവരുടെ എല്ലാം പേരുകൾ പ്രത്യേകം എഴുതിയിട്ട് പഠിച്ചോണം. പിന്നെ ഇമ്പാക്റ്റ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. ദി എയിം ഓഫ് ദി ഭക്തി മൂവ്മെൻറ്റ് വാസ് ഡെഡിക്കേഷൻ ടു ഓൺസ് ഫേവറേറ്റ് ഡൈറ്റി വിത്ത് മ്യൂസിക് ആൻഡ് ഡിവോഷൻ. അതൊക്കെ ഞാൻ പറഞ്ഞത്, മ്യൂസിക്കും ഡിവോഷനൊക്കെ കൊണ്ട് അവരുടെ ഫേവറേറ്റ് ഡയറ്റിൽ ഡെഡിക്കേറ്റ് ചെയ്യുക. ഹവർ ലേറ്റർ ദ മൂവ്മെൻറ്റ് വാസ് ഏബിൾ ടു ബ്രിങ് പ്രോഗ്രസീവ് ചേഞ്ചസ് ഇൻ ഇന്ത്യൻ സോഷ്യൽ ആൻഡ് റിലീജിയസ് സ്ഫിയർ. സോഷ്യലും സാമൂഹ്യപരമായും ഒക്കെ റിലീജിയസ് ലൈഫിൽ, ജീവിതത്തിൽ ഇത് ഒരുപാട് ചേഞ്ചസുകൾ കൊണ്ടുവന്നു. സ്ഫിയറിൽ, മേഖലകളിൽ. മോസ്റ്റ് ഓഫ് ദി ഭക്തി പോയിറ്റ്സ് ഇൻ ദ ഭക്തി മൂവ്മെൻറ്റ് വെയർ ഫ്രം ദ സോ കാൾഡ് മാർജിനലൈസ്ഡ് കാസ്റ്റ് ഗ്രൂപ്പ്. മാർജിനലൈസ്ഡ് കാസ്റ്റ് ഗ്രൂപ്പ് താഴ്ന്ന ജാതിയിലുള്ളവരായിരുന്നു. ദേ ക്വസ്റ്റ്യൻഡ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് ദ പ്രിവിലേജസ് എൻജോയ്ഡ് ബൈ ദ ബ്രാഹ്മിൺസ്. അവർ ക്വസ്റ്റ്യൻ ചെയ്തു ബ്രാഹ്മിൺസുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിവിലേജസ് ഒക്കെ അവർ ക്വസ്റ്റ്യൻ ചെയ്തു.
ആസ് ദ റിസൾട്ട് ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഇക്വാളിറ്റി ബിഗാൻ ടു എമർജ്. അതിൻ്റെ റിസൾട്ടായിട്ട് ഒരു സോഷ്യൽ ഇക്വാളിറ്റി എമർജ് ചെയ്തു. വുമൺ വെയർ അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസ്കഷൻ ഇൻ ദ അനുഭവ മണ്ഡപം. സ്ത്രീകൾക്ക് ഈ അനുഭവ മണ്ഡപത്തിലെ ഡിസ്കഷൻസുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. നെക്സ്റ്റ്, ദെയർ ഒപ്പീനിയൻസ് ഗൈഡ് റെക്കഗ്നൈസേഷൻ ആൻഡ് മെയ്ഡ് ദം തിങ്ക് അബൌട്ട് ദ ഐഡിയ ഓഫ് ഇക്വാളിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ. ദെയർ ഒപ്പീനിയൻ ഗെയിൻഡ്, അവരുടെ അഭിപ്രായങ്ങൾക്ക് റെക്കഗ്നൈസേഷൻ കിട്ടി. അതുപോലെ തന്നെ അവർ ചിന്തിക്കാൻ തുടങ്ങി ദ ഐഡിയ ഓഫ് ഇക്വാളിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സമത്വത്തെ പറ്റി ഉള്ളൊരു ഐഡിയ അവർക്ക്. ദ ഭക്തി മൂവ്മെൻറ്റ് വാസ് ആൾസോ ഏബിൾ ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഒക്കുപ്പേഷൻ. അതുപോലെ തന്നെ ഈ ഭക്തി മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് ആളുകൾക്ക് തൊഴിലിൻ്റെ ഒക്കുപ്പേഷൻ്റെ ഗ്രേറ്റ്നെസ്സും മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഭക്തി മൂവ്മെൻറ്റ് എന്ന ടോപ്പിക്ക് തീർന്നു. ഭക്തി മൂവ്മെൻറ്റിലെ ടോപ്പിക്ക് തീർന്നു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന സൂഫിസമാണ്. താങ്ക് യു സോ മച്ച്.